ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അതിനു വേണ്ടി നാരങ്ങാനീരും ഉപ്പും ചേർത്ത് ചിക്കൻ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ വയ്ക്കാം. പിന്നെ അതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയും മല്ലിയിലയും, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് 1 മുട്ട, പിന്നെ കുറച്ച് അരിപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അരമണിക്കൂർ വെക്കാതെ തന്നെ വറുത്താലും നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കേണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം. പക്ഷേ അരമണിക്കൂർ ഒന്ന് വെച്ചിട്ടെടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസിയുമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഞാനിത് വറുത്ത് കോരുന്നതിന് എണ്ണ അടുപ്പത്ത് വെച്ച് നമ്മൾ ഓരോ ചിക്കൻ കഷ്ണങ്ങളും അതിലേക്ക് പറക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ചിക്കൻ ഇടുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്. നമ്മുടെ മസാലയൊക്കെ വിട്ടുപോകും. ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് ഒരു സൈഡ് നന്നായിട്ട് വറുത്തതിന് ശേഷം വേണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ചിക്കനൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ബാക്കി വന്ന മസാലയിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ തട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ മൊരിഞ്ഞ ആ പൊരി വാങ്ങിക്കാൻ അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അതേപോലെ അതിലും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലിത് തയ്യാറാക്കാം. ആ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ ചിക്കനെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.